ഹലോ ഗൈസ്, നമ്മളിന്ന് ഫാമിലി ആയിട്ട് വയനാട് ട്രിപ്പ് പോവാണ്. ഈ കുന്തളിപ്പട്ടി ദഫും കുട്ടികൾക്കിൻ്റെ ആപ്പാണ്. തുണിട്ട് പാൻറ്റിൻ്റെ പൊലിവിലാണ് മൂപ്പരാളി ഇഷ്ടം. പണ്ടത്തെ ഇതൊക്കെ ഈ പാട്ട് വാരിച്ച് പാടുന്നതാണ് എൻ്റെ ആപ്പാണ് തൽക്കാരം. നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കാനായിട്ട് പലയിടം തപ്പി അടക്കാൻ എൻ്റെ ചെറിയ മാമ. നിസ്കാരം എനിക്ക് പിന്നെ ചായക്കാൻ കയറിയിട്ട് പണിക്കാരൻ്റെ പോലെ ചായക്കടക്കാരനെ മാറ്റിയിട്ട് പണിയെടുക്കണം എൻ്റെ വലിയ അപ്പ. സോസ് കാണാത്തിലൊരു കാട്ടിക്കൊടുന്ന ഒരു അവതാരങ്ങളാണിത്. പാട്ടോടിയുന്ന നാസനക്ക് പിന്നെ കടി കയറിയിട്ട് ചായ എണ്ണ എടുക്കാൻ തുടങ്ങി. പാട്ടച്ചപ്പോൾ പിന്നെ നമ്മളൊന്ന് ഫയറാകാൻ തുടങ്ങി. വീണ്ടും കുന്തളിപ്പുമായിട്ട് ഇറങ്ങിക്കാൻ എൻ്റെ ചെറിയ അപ്പ. ഇതാണ് പുതിയ മരം. ആറ്റിറ്റ്യൂഡ് ഒരു കളിയില്ല. ബസ്സിൽ കയറിക്കുന്ന ബോധം കെട്ടുറങ്ങണം ഇന്ത്യ കാക്കു. ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ യോയോ കാണിക്കണ പുതിയ മരം ലായകാക്കു. രണ്ട് കുന്തളിപ്പം പാടെ പാട്ടിടുമ്പോൾ ഫോണും പിടിച്ചെടുക്കണം എൻ്റെ ചെറിയ മാമ. ഒന്നും അറിയാതെ ഈ കാട്ടിക്കൂട്ടാണ് എൻ്റെ താത്തിയും കസിനും. കോപ്പറേറ്റ് എടുക്കും കയറിയിട്ട് ഓല പാട്ടിന് അതിൽ കയറ്റിയത്. ഇതാണ് നമ്മളെ പുതിയ കപ്പിൾസ്. എന്തായാലും തീറ്റക്കൊരു കുറവില്ല. ഏകദേശം രാത്രി നമ്മൾ അവിടത്തേക്ക് എന്തായാലും പുടുത്ത മുട്ട ബ്ലോക്ക് ചെയ്യുന്നു. രാത്രിയൊക്കെ പിന്നെ കാക്കും കസിനും പാടെ ഓണായി. കൂടെ നമ്മളും കൂടെ ഓണായി. വിശക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ഹോട്ടലിലാണ് കയറി. വിശപ്പിട്ടുള്ള കളിയില്ലല്ലോ. ഫുഡ് ശേഷം പിന്നെ പാൻറ് മാമ ഓണായി. അന്താശരിക്കണ്ട് ആകണ്ട് കളിക്ക് സമാധിയൊക്കെ മാമ. റിസോർട്ടിൻ്റെ അടുത്ത് പിന്നെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ബസ് പോയിരുന്നത്. റിസോർട്ടിൻ്റെ അടുത്ത് പിന്നെ ബസ് കയറാത്ത നമ്മൾ ജീപ്പിൽ ഓഫ് റോഡ് പോയി. റിസോർട്ടിൻ്റെ അടുത്ത് എൻ്റെ ലഗേജ് വലിച്ചോണ്ടാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും എത്തിയിട്ട് ബാക്കിയുള്ളവരെ കാത്ത് കളി കുറച്ച് ആൾക്കാർ ക്യാരം ബോർഡ് കണ്ടിയാൽ പിന്നെ എന്തൊക്കെ പണി കാട്ടി. ഇങ്ങനെ നമ്മൾ റിസോർട്ടിലുള്ള ഏകദേശം വരുന്നത് വലിയ മെച്ചൊന്നുണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ പോയതല്ലേ ചെറിയ അതിൻ്റെ ഉള്ളിൽ ഒപ്പിച്ച് കൂട്ടി. റിസോർട്ടിൽ എത്തിക്കാൻ രാവിലെയാണോ പകലാണോ നോക്കുന്നത്. ഒറ്റ ചാട്ടം ചാടി കാണുമ്പോൾ എല്ലാവരും എനിക്ക് യാത്ര കൂട്ടി കാണാൻ അറിഞ്ഞതാണ്. നേരെ പോലത്തേക്കാണ് നമ്മളെ പ്രകൃതി എങ്ങനെയാണെന്ന് മനസ്സിലായത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, എല്ലാം തന്നെ കണ്ട് ആസ്വദിച്ചു. പിന്നെ നമ്മൾ ചായക്കുന്നതിന് മുന്നേ പൂളി ചാടാനുണ്ട് ഒരുങ്ങി. നീന്തൽ മത്സരത്തിൽ വന്ന പോലെയാണ് മാമൻ്റെ അറിവ്. ആ കഴിഞ്ഞിട്ട് നമ്മൾ ചായക്കാൻ കയറി. ചായക്ക് നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ചായക്ക് കാറ്റിലോട്ട് ഇട്ട് വരുന്നതാണ് എൻ്റെ കസിന്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. വലിയ മെച്ചൊന്നുമില്ല. ബ്ലോഗിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കുന്തളിപ്പിട്ട് അടക്കണം എൻ്റെ അപ്പ. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു കാപ്പിത്തോട്ടത്ത് കയറി. കാപ്പിത്തോട്ടത്തിൽ കയറിയിട്ട് പിന്നെ നമ്മളൊരു പാവപ്പെട്ട ആളെ കണ്ടു. തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മളൊരു പാർക്കിൽ കയറി. ക്യാമറയുടെ ഇരുന്നപ്പോൾ എല്ലാവരും പിന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടുള്ള കളിയില്ല. റൈഡ്സിൽ എല്ലാത്തിനും കയറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറിയ മാമനെ മൂർത്തികളാണ് നിങ്ങളീ കാണുന്നത്. ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കണതാണ് നിങ്ങളീ കാണുന്നത്. പരുത്ത മനസ്സിനെ പറഞ്ഞിട്ടായില്ല. തലക്കാരെ പേര് ലൂസാ. നമ്മളൊന്നും നോക്കാണ്ട് ഒരു സി. എങ്ങനെയാണെങ്കിലും പാർക്കിലെ പ്രകൃതിയാണ് നല്ല രസമായിരുന്നു. ഏത് നേരം നോക്കിയാലും കപ്പൽ ഫോട്ടോ എടുത്ത് നടക്കാൻ കരമ്പല്. അമ്മക്കൊരു ഐസ്ക്രീം കിട്ടി. നമ്മൾ അതും തിന്ന് നടന്നു. ഗെയിംസിന് കയറി പട്ടിച്ചോർക്കാണ് എൻ്റെ കസിൻസ് നിങ്ങളീ കാണുന്നത്. ഞാൻ എന്നെ മമ്മൂട്ടി എന്നുള്ള നിലക്ക് ഒറ്റ മൈൻഡായിട്ട് പിന്നെ ഇറങ്ങിക്കണിൻ്റെ വലിയ മാമൻ S24 എന്നുള്ള പേരിൽ അറിയപ്പെടും. കാരണം ഏത് ദൂരത്തുള്ള ആൾക്കാരും സൂം ചെയ്ത് പകർത്തലാണ് മാമൻ്റെ പണി. അപ്പോൾ പാർക്കത്തെ പണി എൻ്റെ നമ്മളിന്ന് തിരിച്ചു പോകാൻ ബസ്സിന് കാത്തിക്കാണ് എല്ലാവരും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് പട്ടിൻ്റെ ഒരു വരവ്. ഇവനാണെങ്കിലോ പുതിയ വണ്ടിട്ടിൻ്റെ പൊലിവിലാണ് അങ്ങോട്ട് കൊണ്ടു പോയത്. തിരിച്ചു പോകണമെങ്കിൽ ഒരു ഹണിൻ്റെ പാർക്ക് ഉണ്ടു. ആയിക്കും കൂടി കയറി ഇറങ്ങി നമ്മൾ. അപ്പോഴാണ് വീണ്ടും കസിൻസ് കുന്തളിപ്പുമായിട്ട് ഇറങ്ങിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നല്ല കോടയുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇവർക്ക് റീല് വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ നമ്മളെ നോക്കിക്കണാണ് ഈ മഹാന്. തിരിച്ചു വരുമ്പോൾ നമ്മൾ രാത്രി ഫുൾ ഓണായി. ഇതോടെ നമ്മളെന്നത്തെ വ്ളോഗ് അവസാനിച്ചു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.